മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണിക്കുക. ഫയർഫോഴ്സ് അംഗങ്ങൾ അവിടെ വന്നു. അവർ ഓൾറെഡി മെഷീൻ അപ്പോഴേക്കും കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും ആ സ്പോട്ടിൽ നിൽക്കുകയല്ല ചെയ്തത്. ഞങ്ങൾ ഇപ്പുറത്ത് തൊട്ടിപ്പുറത്ത് സൂപ്രണ്ടിൻ്റെ റൂമിൽ ഇരുന്ന് ഇത് മുഴുവൻ കാര്യങ്ങളും അവിടെ എന്താണ് ചെയ്യേണ്ടത്, എത്ര പേരുണ്ട്, ഫയർഫോഴ്സിൻ്റെ എത്ര പേരുണ്ട്, അവിടെ മെഷീൻ എങ്ങനെയാണ് കൊണ്ടുവരിക, നിങ്ങളെല്ലാം അവിടെ പോയി കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സ്പോട്ടിലേക്ക് മെഷീൻ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്, മെഷീൻ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഈ ബിൽഡിങ്ങിനകത്തൂടി മാത്രമേ കൊണ്ടുവരാനായിട്ട് കഴിയുള്ളൂ. അല്ല, ഇത് പണ്ടത്തെ അല്ലേ, 68 വർഷം മുമ്പത്തെ ബിൽഡിങ്ങിൽ നമ്മളിപ്പോൾ എങ്ങനെയാണ് അന്ന് ഇപ്പോൾ റോഡ് ഉണ്ടാകണമെന്ന് നമ്മൾ എങ്ങനെയാണ് പറയാൻ കഴിയുക? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 68 വർഷം എന്ന് പറയുമ്പോൾ ഈ മെഡിക്കൽ കോളേജ് തുടങ്ങുന്ന കാലഘട്ടത്തിലെ ബിൽഡിംഗ് അല്ലേ, അതിൽ നമ്മളെങ്ങനെ ഇപ്പോൾ റോഡ് നിർമ്മിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ബിൽഡിങ്ങിനുള്ളിലൂടെ എങ്ങനെയാണ് കൊണ്ടുവരിക? ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായി നിങ്ങൾ കണ്ടു, നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് കണ്ടു, ആളുകൾ ഓഫീസേഴ്സ് മുഴുവൻ, ഇപ്പോൾ ACSും ഒക്കെ ആ മീറ്റിങ്ങിലായിരുന്നു, ഓഫീസേഴ്സ് മുഴുവൻ അവിടേക്ക് വന്നു. ഒരു ദുരന്തം നടക്കുന്ന സ്ഥലത്ത് അങ്ങനെ ആളുകൾ വന്ന് കൂടി നിന്നിട്ടല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ ഫയർഫോഴ്സിനോട് കൃത്യമായി പറഞ്ഞു, നിങ്ങൾ എത്ര പേർ, ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ കണ്ടു കാണും, ഫയർഫോഴ്സ് സംഘങ്ങൾ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്, ടീം അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ എത്ര പേർ ഇവിടെയുണ്ട്, അതിന് മെഷീൻ എങ്ങനെയാണ് ഇവിടെ എത്തിക്കുക? അപ്പോൾ അടുത്ത വിഷയം വന്ന് മെഷീൻ അകത്തൂടെ വന്നപ്പോൾ ഈ നമ്മളവിടെ ബോർഡുകളൊക്കെ വെച്ചിരുന്നിടത്ത് അവിടെ തട്ടുകയാണ്, വരാൻ കഴിയുന്നില്ല. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് മെഷീൻ വന്ന് താമസം വിനാ തന്നെ അവിടെ ഈ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ വാസ്തവത്തിൽ ഈ കുഞ്ഞിൻ്റെ അമ്മയെ കാണുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതാണ് ഈ 3 പേർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അമ്മയെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലായിടത്തും അനൗൺസ് ചെയ്തു. ഡോക്ടേഴ്സ് തന്നെയൊക്കെ എല്ലായിടത്തും വാർഡുകളിൽ മുഴുവൻ പോയി പരിശോധിച്ചു. അപ്പോൾ കുട്ടിയുടെ അമ്മ ഉണ്ടായിരുന്നു. പിന്നെ CT സ്കാൻ എടുക്കുമ്പോൾ കുട്ടിയുടെ അമ്മയും ആ കുഞ്ഞിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റൊരാളെക്കുറിച്ച് ആ സമയത്ത് അതുകൊണ്ടാണ് ഇവർ 2 പേർ എന്നുള്ളത് പറഞ്ഞത്. പക്ഷെ പിന്നീട് എന്നിരുന്നാലും 2 പേരെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നീട് മാറ്റാമെന്നുള്ളതല്ലല്ലോ, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണ് ചെയ്തത്. ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ സാധ്യമായത് തന്നെ എത്രയും പെട്ടെന്ന് തൊട്ടടുത്ത് നിന്ന് എത്തിക്കാൻ കഴിയുന്ന മെഷീൻ തന്നെ എത്തിച്ചുകൊണ്ട് അവിടെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് ഞങ്ങൾ അല്ല ആ ഘട്ടത്തിൽ അല്ല, ഞാൻ വന്ന് നിന്നപ്പോഴല്ലേ ചോദിച്ചത്. അപ്പോൾ എനിക്ക് അവിടെ നിന്നുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാണല്ലോ എനിക്ക് പറയാൻ കഴിയുക. ഞാനൊരു ചർച്ചയ്ക്ക് ശേഷമല്ലല്ലോ പറഞ്ഞത്, ഞാൻ വന്ന് നിന്നുടനെയാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ ആ ഘട്ടത്തിൽ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണല്ലോ. അപ്പോൾ പ്രിൻസിപ്പലും സൂപ്രണ്ടും അവർ ആ രീതിയിലാണ് അവിടെ നിന്ന് ഇൻഫർമേഷൻ ഉണ്ടായത്. ആളുകൾ അതിൻ്റെ ഇടയിൽ ഇറങ്ങി പരിശോധിച്ചു എന്നുള്ളതും പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. എന്നിട്ട് ഞാനൊരു കാര്യം കൂടെ പറയാം, അത് കഴിഞ്ഞിട്ട് ഇക്കാര്യം നമുക്ക് പരിശോധിക്കാം എന്നൂടെ ഞാൻ പറഞ്ഞിരുന്നതായിട്ടാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിർത്തുകയല്ലല്ലോ ചെയ്തത്. അപ്പോൾ മെഷീൻ കൊണ്ടുവന്നു, അതിനനുസരിച്ചിട്ട് അതിൻ്റെ പരിശോധന അല്ല, ഞാൻ അവിടെ ഇത് വന്ന് അവിടെ നിന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്ന കാര്യങ്ങളാണല്ലോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പം നിങ്ങൾ എന്നോടാണല്ലോ ചോദിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഞാൻ എങ്ങനെയാണ് ഇൻഫോംഡ് ആയത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നിങ്ങളോട് പറയുക. അപ്പോൾ അതൊരു ടോയ്ലറ്റ് ബ്ലോക്കാണ്. ആ ടോയ്ലറ്റ് ബ്ലോക്കിന് പകരമായിട്ട് വാർഡുകളിൽ ടോയ്ലറ്റുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പം എങ്ങനെയാണ് ആ ഘട്ടത്തിൽ, അതൊരു പ്രാഥമിക ഘട്ടമാണ്, വന്ന് നമ്മൾ ആ സ്പോട്ടിൽ നിൽക്കുമ്പോഴാണല്ലോ അപ്പോൾ പരസ്പരം സംസാരിക്കുമ്പോൾ തന്നെയാണ് എന്താണ് എന്ന്. കാരണം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഫോണിൽ വിളിക്കുമ്പോൾ എല്ലാവരും പരസ്പരം എൻഗേജ്ഡ് ആണ്. ആ സംഭവം ഉണ്ടായ സമയത്ത് തന്നെയാണല്ലോ, ഇതിന് തൊട്ടടുത്താണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണോ ആ ഘട്ടത്തിൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്, നമുക്ക് ആ അപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ ആണല്ലോ, അത് ഹൈഡ് ചെയ്തല്ലോ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാകും, നിങ്ങളുടെയൊക്കെ ക്യാമറകൾ പരിശോധിച്ചാലും മതിയാകും. നിങ്ങളുടെ എങ്ങനെയാണ് ഒന്നും ഒരു റൂമിലിരുന്നല്ലോ പറയുന്നത്. അപ്പോൾ എന്ത് ഇൻഫർമേഷൻ ആണോ കിട്ടുന്നത് അത് അപ്പാടെ നിങ്ങളോട് പറയുന്നത്. അല്ല, അതൊക്കെ നമുക്ക് അതാണല്ലോ ജില്ലാ കളക്ടറോട് പറഞ്ഞിട്ട് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞത്. അതെന്താണെന്നുള്ളത് റിപ്പോർട്ട് വരട്ടെ, നമുക്ക് നോക്കാം. അല്ല, അത് അടച്ച ബ്ലോക്കാണ് എന്നുള്ളത് തന്നെയാണ്. ഒരു ആ ബ്ലോക്ക് ഉപയോഗിക്കുന്നില്ല, അടച്ചിട്ടിരുന്നൊരു ബ്ലോക്കാണെന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ഇൻഫർമേഷൻ.
അല്ല അല്ല അത് ഞാനല്ല, അത് പരിശോധിക്കണമല്ലോ. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഇവിടെ ഇതിൽ എന്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും അത് പരിശോധനയിൽ നമുക്ക് കാണാം. അപ്പോൾ ആ ഇൻഫർമേഷൻ അത് ആ രീതിയിൽ നൽകിയിട്ടുണ്ട്. അത് എങ്ങനെ നടപടി സ്വീകരിച്ചു എന്നുള്ളത് നമുക്ക് അന്വേഷണത്തിൽ കാണാം. തീർച്ചയായിട്ടും പുതിയ ബിൽഡിംഗിലേക്ക് പ്രവർത്തനം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള അവസാന മീറ്റിംഗ് നടത്തുന്നത് അന്നേരം ഈ കെട്ടിടം ഒഴിവാക്കി രോഗികളെ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം അന്നത്തെ യോഗത്തിൽ തീർച്ചയായിട്ടും ഉണ്ട്. മിനിറ്റ്സ് ഉണ്ടല്ലോ, യോഗത്തിൻ്റെ മിനിറ്റ്സ് ഉണ്ടല്ലോ. അത് 30/5/2025 അപ്പോൾ തീർച്ചയായിട്ടും അത് എങ്ങനെയാണ് ആ ബിൽഡിങ്ങിൽ നിന്ന് ആളുകളെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്നാണ്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരൊരു കൗണ്ട് ഡൗൺ നിശ്ചയിച്ചു. ആ കൗണ്ട് ഡൗണിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ. വാസ്തവത്തിൽ ജൂലൈ 31 തോന്നുന്നു അല്ലേ? ജൂലൈ 31 ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. കാരണം OTകൾ കൂടി, ഓപ്പറേഷൻ തിയേറ്ററുകൾ കൂടി പൂർത്തിയായി അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോൾ OTകളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് അത് ഏതാനും ആഴ്ചകൾ എടുക്കും. പക്ഷെ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഷിഫ്റ്റ് ചെയ്യുക. ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു. അപകടം നടന്ന സമയത്ത് പെട്ടെന്ന് അവിടെ എത്തി പ്രാഥമിക വിവരങ്ങളാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. തനിക്ക് കിട്ടിയ വിവരം അനുസരിച്ചാണ് സംസാരിച്ചത്. പൂട്ടിക്കിടക്കുന്ന കെട്ടിടം എന്ന് തന്നെയായിരുന്നു തനിക്ക് ആ സമയത്ത് ലഭിച്ച വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത്. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. അല്ല, ആരോഗ്യമന്ത്രി വന്ന് അവിടെ ഒരു കുഴപ്പമില്ലാതെ പറയാണ്, ഡിക്ലെയർ ചെയ്യാണ്. അവിടെ ആരുമില്ല, പൂട്ടിക്കിടക്കുന്ന കെട്ടിടമാണ് എന്ന് ഡിക്ലെയർ ചെയ്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതാണ് ചോദ്യം. ഇപ്പൊ മുഖ്യമന്ത്രിക്ക് വന്ന് രക്ഷാപ്രവർത്തനം നടത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ആരോഗ്യവകുപ്പിന്റെ കീഴിലല്ലേ മെഡിക്കൽ കോളേജ്. അവര് വന്നിട്ടങ്ങ് പറയാണ്. അപ്പൊ നമ്മൾ ആരെങ്കിലും ചെല്ലത്തെങ്കിൽ എന്ത് പറയും? ആരെങ്കിലും ഉണ്ടോന്ന് നോക്ക്, ആരെങ്കിലും ഉണ്ടോന്ന് നോക്ക്, പെട്ടുപോയിട്ടുണ്ടാന്ന് നോക്ക്, ആരെങ്കിലും മിസ്സിംഗ് ഉണ്ടാന്ന് നോക്ക് എന്നല്ലേ നമ്മൾ പറയുള്ളൂ. ആരാണെങ്കിലും സാമാന്യ ബുദ്ധിയുള്ള ആരും അങ്ങനെ ചെയ്യുള്ളൂ. ഒരു അപകടം നടന്നാൽ പറയും, ദൈവമേ നോക്ക്, ആരെങ്കിലും ഉണ്ടോന്ന് നോക്ക് എന്നല്ലേ പറയുള്ളൂ. ഒരു ജീവൻ നഷ്ടപ്പെടാനിടയായില്ലേ ഇത് കാരണം? നിങ്ങളൊന്ന് അവിടുത്തെ മാധ്യമപ്രവർത്തകരോട് ചോദിക്കുക. അവിടുത്തെ ഉള്ള ഓരോ സ്ഥലം പൊട്ടി ഒലിക്കുകയാണ്. അവിടെ എല്ലാം പല സ്ഥലവും തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ്. ഇനി ഇവര് ഉപയോഗിക്കാത്ത കെട്ടിടമാണെങ്കിൽ എന്തിനാണ് അത് പൊളിക്കാതിട്ടിരിക്കുന്നത്? എന്താ പൊളിക്കാതിട്ടിരിക്കുന്നത്? ഉപയോഗിക്കാത്ത കെട്ടിടം, പൂട്ടിയിട്ടിരിക്കുന്ന കെട്ടിടത്തിൽ എങ്ങനെ ആള് കയറുന്നത്? അതിന്റെ അകത്ത് എങ്ങനെ ആള് കയറുന്നത്? വേറെ ഒരുപാട് ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ എന്തിനാണ് ഈ പൊളിഞ്ഞ കെട്ടിടത്തിലെ ടോയ്ലറ്റിലും ബാത്റൂമിലെ ആളുകൾ പോകുന്നത്? ഇതൊക്കെയാണ് യഥാർത്ഥ സ്ഥിതി, യഥാർത്ഥ അവസ്ഥ. ഇതൊക്കെയാണ് മെഡിക്കൽ കോളേജില്. അപ്പൊ അവർക്ക് അതിന്റെ അകത്ത് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആരോഗ്യമന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല, ഒരു സംശയം വേണ്ട. മന്ത്രിക്ക് ഒഴിയാൻ പറ്റില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ്. വീണ്ടും ആരോഗ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലേക്ക്. ഒരു കെട്ടിടം തകർന്നു വീണ ഒരു സ്ത്രീ മരിച്ചിരിക്കുകയാണ്. പരിശോധിക്കാമെന്നുള്ളതിനപ്പുറം ഒരു കെട്ടിടം ഇങ്ങനെ ഇവിടെ പ്രവർത്തിച്ചു, അതിൽ രോഗികൾ കയറി ഇറങ്ങി ശൗചാലയ ആവശ്യത്തിന് വേണ്ടി പോയി എന്നുള്ളത് ഗുരുതരമായ ഒരു വീഴ്ചയില്ല, സമ്മതിക്കേണ്ടത്. നോക്കൂ, 2013 ഒരു കത്താണ്. 2013 ഒരു കത്താണിത്. 2013 ഒരു കത്തിനകത്ത് പറയുകയാണ്, അതിനകത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ പറയുകയാണ്, നോക്കൂ, മേജർ പോർഷൻ ഓഫ് ദ സീലിംഗ് പ്ലാസ്റ്ററിംഗ് ഈസ് ഡാമേജ് ഇൻ എ ഡാമേജ് കണ്ടീഷൻ ആൻഡ് മേ ഫോൾ ഡൗൺ അറ്റ് എനി ടൈം. 2013 അതിനുശേഷം അല്ല, ഞാൻ പറയട്ടെ, 2016 ഇതിനൊരു ഫണ്ട് വെച്ചതെന്നേ. ഫണ്ട് 2016 കിഫ്ബിയിലൂടെ, ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്തത് അത് നിർമ്മിച്ചു എന്ന്. അല്ല, നോക്കൂ, നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്തത് എന്താണ്? ഇത് നിർമ്മിച്ചു എന്നുള്ളതാണ്. ഇത് ഒരു പുതിയ കെട്ടിടം നമ്മൾ നിർമ്മിച്ചു. അല്ല, ഞാൻ പറയട്ടെ, അത് വളരെ ദുഃഖകരമായിട്ടുള്ളത്. അല്ല, ഇത് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് വരട്ടെ. അല്ല, അത് റിപ്പോർട്ട് വരട്ടെ. അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. നോക്കൂ, ജാഗ്രത പാലിക്കേണ്ടതല്ലായിരുന്നു. കാരണം താഴത്തെ 2 നില ഉപയോഗിക്കേണ്ടതില്ല, മുകളിലത്തെ 1 നില ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ തുറന്നു കൊടുക്കുന്നോ
അപ്പൊ അത് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപകടം ഉണ്ടാവുന്നത്. അതൊരു ഒരു ഒരു നമ്മുടെ ഒരു ശ്രദ്ധക്കുറവ് അതിനകത്ത്. നോക്കൂ, ഇപ്പോൾ നമ്മൾ ഈ ഒരു ബിൽഡിംഗ് ഞാൻ പറഞ്ഞല്ലോ, ഈ മെഡിക്കൽ കോളേജിന്റെ ഏറ്റവും ആദ്യത്തെ ബിൽഡിംഗാണ്, ആദ്യത്തെ ബ്ലോക്കാണ്. അപ്പോൾ ഇതിൽ ഒരു പ്രശ്നം ഉണ്ടായി തുടങ്ങിയ ഘട്ടം മുതൽ സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് ഇതൊരു പുതിയ ബിൽഡിംഗ് നിർമ്മിക്കുക, ഇവിടെ നിന്ന് സർജിക്കൽ ബ്ലോക്കാണ്. മറ്റൊരു ബ്ലോക്ക് സാധാരണ വാർഡാണെങ്കിൽ കുഴപ്പമില്ല, കാരണം സർജറി നടക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററുകളുള്ള ബ്ലോക്കാണ്. കഴിഞ്ഞ 2017-18 കാലയളവിലാണ് ഇതിനൊരു ഫണ്ട് അനുവദിക്കപ്പെടുന്നത്. ആ നിലയിൽ ഒരു സർജിക്കൽ ബ്ലോക്ക് നിർമ്മിക്കുന്നതിന് കാലഹരണപ്പെട്ടോ എന്നുള്ള, അല്ലെങ്കിൽ ഇത് കാലപ്പഴക്കം കൊണ്ട് ഈ ബിൽഡിംഗ് ഉപയോഗിക്കാൻ പറ്റില്ലയോ എന്നുള്ളൊക്കെ പരിശോധനകൾ നടന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞതുപോലെ ടീച്ചറും ബഹുമാനപ്പെട്ട വാസവൻ മിനിസ്റ്ററും ബഹുമാനിയായ ശൈലജ ടീച്ചറും കൂടെ അന്ന് HDSന്റെ അംഗം കൂടിയാണ് ഇന്നത്തെ മിനിസ്റ്റർ, ഇവിടുത്തെ MLA. അപ്പോൾ തീർച്ചയായിട്ടും അന്ന് ഇതിന് ഫണ്ട് വെക്കുകയും അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു. 21-22 കാലഘട്ടത്തിൽ നമ്മൾ ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. ഇതിന് യാതൊരുവിധ താമസവും ഉണ്ടായിട്ടില്ല. 8 നിലകളിലുള്ള കെട്ടിടമാണ്. 8 നിലകളിൽ വളരെ വിസ്തീർണമുള്ള ഒരു കെട്ടിടമാണ്, എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടമാണ്. അതിന് ഈ നിർമ്മാണം വളരെ കൃത്യമായി തന്നെ നടന്ന് ഇതിന് ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. ഈ ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഇവിടെ തന്നെ ഞാനും വാസവ മിനിസ്റ്ററും വന്ന് മീറ്റിംഗ് എടുത്തുകൊണ്ട് ഇത് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളത് അടിയന്തരമായി തീരുമാനിക്കുകയും അതിനുശേഷം അതിനനുസരിച്ചിട്ടുള്ള പ്ലാൻ മെഡിക്കൽ കോളേജ് തയ്യാറാക്കി അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് ഇത് ഉണ്ടായത്. ദുഃഖകരമായ കാര്യമാണ്. ബാക്കി ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഈ പറഞ്ഞ ഞാൻ എങ്ങനെ ഇൻഫോംഡ് ആയി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അല്ലേ? അപ്പോൾ ഞാനിനി അത് ചെയ്യാവുന്ന എന്താണ്, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇത് അത് നമുക്ക് ജില്ലാ കളക്ടർ അത് HDCയുടെ ചെയർമാൻ കൂടിയാണല്ലോ, തൊട്ടപ്പുറത്ത് തന്നെ രോഗികളുണ്ടായിരുന്നു. അവരുടെ കൂട്ടിരിപ്പുകാർ ഇന്നും ഈ ആശുപത്രിയിലുണ്ട്. അവരോട് ചോദിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ശരി, വീഴ്ച ഉണ്ടായി എന്ന് സമ്മതിക്കാൻ കഴിയുന്നുണ്ടോ? അല്ല, അത് പരിശോധിക്കട്ടെ. നോക്കൂ, നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്തത് ഇത് നിർമ്മിക്കുകയല്ലേ, ഈ ബിൽഡിംഗ് ഇവിടെ ഒരു നിർമ്മാണം നടത്തുകയല്ലേ നമ്മൾ ചെയ്തത്. ആ നിർമ്മാണം കെട്ടിടമാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആതുരാലയമാണ്. അവിടെ ഇത്ര പഴക്കമുള്ള ഒരു കെട്ടിടം നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ വീഴ്ച. അവിടെ ആ രോഗികൾ പോകുന്നു, ആ കെട്ടിടം തകർന്നു, ഒരാൾ മരിച്ചു. അതിന്റെ ഉത്തരവാദിത്വം മിനിസ്റ്റർ ഏറ്റെടുക്കേണ്ടതല്ലേ? നോക്കൂ, ഇത് ഈ ഘട്ടത്തിൽ നമ്മൾ ചെയ്തത് എന്താണെന്ന് പറയൂ. ഈ 567 കോടി രൂപ ഇത് അനുവദിച്ചുകൊണ്ട് ഈ കെട്ടിടം നിർമ്മിക്കുകയാണോ ഈ കാലഘട്ടത്തിൽ ചെയ്തത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലേ? അതല്ലേ ചെയ്തത്. അവരൊരു ചെറിയ സെറ്റപ്പ് വെച്ചിട്ട് അവർ ആ ചികിത്സ തുടർന്നുകൊണ്ടാണ് അവർ മുകളിലേക്ക് പോകുന്നത്. ഇതിപ്പോ ഈ കെട്ടിടത്തിന്റെ ഒരു 10-60-70% പൂർത്തിയായി കഴിഞ്ഞു. നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കെട്ടിടം പൂർണ്ണ അർത്ഥത്തിൽ സജ്ജീകരിച്ച് വലിയൊരു ബിൽഡിംഗ് ആണ് അത് എന്തുകൊണ്ട് പ്രൈവറ്റ് ആശുപത്രിയൊക്കെ ചെയ്യുന്നത് പോലെ നിർമ്മാണം പൂർത്തിയായ തുറന്നു കൊടുക്കുക? അത് ഉദ്ഘാടനത്തിന് വേണ്ടി വൈകിയിരിക്കുന്നത് എന്താണ് അതിന്റെ ഒരു കാരണം? നമ്മൾ മിനിസ്റ്റർ തന്നെ പോയിട്ടുള്ളതായിരിക്കും പല സ്വകാര്യ, അവിടെ എപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പണി പൂർത്തീകരിച്ചിട്ട് ഇത് തുറന്നിട്ടുള്ളത്? അത് ഇവിടുത്തെ ഡോക്ടേഴ്സ് തന്നെ പറയും. അത് ഡോക്ടേഴ്സ് പറയും എന്തുകൊണ്ടാണ് എന്നുള്ളത് സംബന്ധിച്ച കാര്യം പറയും. കാരണം ഓപ്പറേഷൻ തിയേറ്ററുകൾ ഒരു നിലയിൽ, ICU ഒരു നിലയിൽ, അങ്ങനെയാണല്ലോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ മിനിസ്റ്ററും കൂടി പറയും. ഇവിടെ നോക്കൂ, ഇവിടെ സൂപ്രണ്ടും പ്രിൻസിപ്പലും ഉണ്ടല്ലോ, അവരും മറുപടി പറയും. അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിട്ടുണ്ടോ? അവർ പറയും, മറുപടി പറയും, അവർ പറയുമല്ലോ. നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ കണ്ട വിഷയങ്ങൾ വെച്ചിട്ടാണ്. പിന്നിൽ നടന്ന സംഭവം യാഥാർത്ഥ്യബോധത്തോടുകൂടി മിനിസ്റ്റർ പറഞ്ഞു. ഒന്ന്, ഇത് മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്ന കാലഘട്ടത്തിലുള്ള ആദ്യത്തെ ബിൽഡിംഗ്, അതിന് കാലപ്പഴക്കമുണ്ട്. സ്വാഭാവികമായി പുതിയ ബിൽഡിംഗ് വരണം. ആ പുതിയ ബിൽഡിങ്ങിന് വേണ്ടി ഇവിടെ വായിച്ച ഒരു കത്ത് പഴയ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. ഇത് സൂചിപ്പിച്ചിട്ട് 2016 വരെ അതിന് ഫണ്ട് വെക്കുകയോ കെട്ടിടത്തെക്കുറിച്ച് ആലോചിക്കുകയോ ആരും ചെയ്തിരുന്നില്ല. 2016 ശേഷം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്താണ് ഇത് കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി ഫണ്ട് വെച്ച് കിഫ്ബി പ്രോജക്റ്റ് വന്നു. ആ പ്രോജക്റ്റ് നടപ്പാക്കുന്ന 2021 കോവിഡിൻ്റെ ശേഷമാണ് പണി ആരംഭിക്കാൻ കഴിയുന്നത്. 526 കോടി രൂപ സർജിക്കൽ ബ്ലോക്കിനും സൂപ്പർ സ്പെഷ്യാലിറ്റിക്കുമായിട്ടും അനുവദിച്ചു. അതിലാദ്യം സർജിക്കൽ ബ്ലോക്ക് തീർക്കാൻ വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. 565 ബെഡും 14 ഓപ്പറേഷൻ തിയേറ്ററും. പണി 99% തീർന്നു. കഴിഞ്ഞ 30-ാം തീയതി ഇവിടെ ഇതേ ഹാളിൽ ചേർന്ന്
ബഹുമാനപ്പെട്ട മിനിസ്റ്ററെ കൂടെ വിളിച്ചു വരുത്തി ഞാനും ഉണ്ട്, ഞങ്ങളെല്ലാം കൂടി ചേർന്ന് ജൂലൈ മാസത്തിൽ പേഷ്യൻസിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഉദ്ഘാടനം പിന്നീട് നടത്താം. നമുക്ക് പേഷ്യൻസിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങണമെന്ന ആ യോഗത്തിൻ്റെ തീരുമാനം. അതിൽ അവസാനമായി വരേണ്ടിയിരുന്ന ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അത്യാവശ്യം ചില ഭാഗങ്ങളാണ്. ബാക്കിയെല്ലാം തീർന്നിരുന്നു. ഓപ്പറേഷൻ തിയേറ്റർ കൂടി ഉണ്ടെങ്കിലേ നമുക്ക് പേഷ്യൻസ് വരുമ്പോൾ അടിയന്തരമായി ശസ്ത്രക്രിയ വേണമെങ്കിൽ ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ച കുറേ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങോട്ട് മാറ്റിക്കൂടാ. തിയേറ്റർ അടിയന്തര പ്രാധാന്യമുള്ള കാര്യമാണ്. തിയേറ്റർ കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് സർജിക്കൽ ബ്ലോക്ക്, സർജറീസ് തിയേറ്റർ വേണമല്ലോ സർജറി നടക്കണമെങ്കിൽ. അപ്പുറേ ആ ബ്ലോക്കിൽ 10 തിയേറ്ററുണ്ട്. ഇവിടെ 14 തിയേറ്ററാണ്. 2 കൂടെ പിന്നീട് വരും 16. അപ്പോൾ ഈ തിയേറ്ററിൻ്റെ മെയിൻ്റനൻസാണ് അവസാനം നടക്കാനുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി